മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കണ്ണൂർ ഇരിട്ടി എടക്കാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കാക്കയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. വളർത്തു പക്ഷികളിൽ നിലവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ ഇരിട്ടി നഗരസഭയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. രോഗം സ്ഥിരീകരിച്ചത് കാക്കകളിലായതിനാൽ പ്രഭവ കേന്ദ്രം കണ്ടെത്താനായിട്ടില്ല. നിലവിൽ പക്ഷികളെ കൊന്നൊടുക്കേണ്ടതില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. കാക്കകൾ കൂട്ടമായി ചത്തു വീണിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കണ്ണൂർ ഇരിട്ടിയിലാണ് ഇത്തരത്തിൽ എടക്കാനത്താണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാക്കകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. വളർത്തുപക്ഷികളിൽ നിലവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. രോഗം സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ ഇരിട്ടി നഗരസഭയിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ചത് കാക്കകളിലായതിനാൽ തന്നെ ഇതിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്താനായിട്ടില്ല. നിലവിൽ പക്ഷികളെ കൊന്നൊടുക്കേണ്ടതില്ല എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കാക്കകൾ കൂട്ടമായി ചത്തു വീണിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കണ്ണൂർ ഇരിട്ടി എടക്കാനത്താണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാക്കകളിലാണ് ഇത്തരത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വളർത്തു പക്ഷികളിൽ നിലവിൽ ഒരു സാഹചര്യത്തിൽ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. രോഗം സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ ഇരിട്ടി നഗരസഭയിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ചത് കാക്കകളിലായതിനാൽ തന്നെ ഇതിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണ് എന്ന് കണ്ടെത്താനായിട്ടില്ല. നിലവിൽ പക്ഷികളെ കൊന്നെടുക്കേണ്ടതില്ല എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കാക്കകൾ കൂട്ടമായി ചത്ത് വീണിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിക്കുന്ന പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ വളർത്തു പക്ഷികൾക്കൊന്നും ഈ ഒരു രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ഷികളെ കൊന്നൊടുക്കേണ്ട സാഹചര്യമില്ല എന്നുമാണ് അധികൃതർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ ഇരിട്ടി നഗരസഭയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു.